ഇസ്രായേലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് ഇസ്രായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തോട് മൽപ്പിടുത്തം നടത്തിയവനാണ്. അതിൻ്റെ ഒരു ചരിത്രം എന്താണെന്ന് വെച്ചാൽ, യഹൂദന്മാരുടെ പൂർവ്വപിതാവായ യാക്കോബ് രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് ദൈവം അതുവഴി കടന്നു പോവുകയും ദൈവത്തോട് യാക്കോബ് മല്ലിടുകയും അതിനുശേഷം ആരും ജയിക്കാത്ത ഒരു അവസ്ഥയിൽ അവസാനം യാക്കോബിനെ അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം മടങ്ങുന്ന ഒരു കഥ ബൈബിളിലുണ്ട്. യാക്കോബ് എന്ന വാക്കിൻ്റെ അർത്ഥം ചതിയൻ എന്നാണ്. പക്ഷെ ഇസ്രായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തോട് മല്ലിട്ടവനാണ്. ദൈവം യാക്കോബിൻ്റെ പേര് മാറ്റി ഇസ്രായേൽ എന്നാക്കിയത് എൻ്റെ അഭിപ്രായത്തിൽ അത് നമ്മളോടെല്ലാം ദൈവം പറയുന്ന ഒരു കാര്യമാണ്. നീ ചതിയിലൂടെ നേടേണ്ട കാര്യമില്ല. നേരിട്ട് ഫേസ് ടു ഫേസ് യുദ്ധം ചെയ്ത് കീഴടക്കിക്കോണം. അതായത് നമ്മളെക്കൊണ്ട് സാധിക്കില്ല എന്നുള്ള ഘട്ടം വരുമ്പോൾ ചതിക്കാനും പിന്നിൽ നിന്ന് കുതികാല് വെട്ടാനും ഒക്കെ നമ്മൾ ശ്രമിക്കും. പക്ഷെ ദൈവം ഇതിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, യാക്കോബിനെ ദൈവവും ബോധ്യപ്പെടുത്തിയതുപോലെ ദൈവത്തോട് യുദ്ധം ചെയ്തിട്ട് ദൈവം നിന്നെ നശിപ്പിക്കാതെ വിട്ടെങ്കിൽ നീ എന്തിന് മനുഷ്യരുടെ മുമ്പിൽ ഭയക്കണം? മനുഷ്യനെ എന്തിനു നീ ഭയക്കണം എന്ന് ദൈവം ചോദിക്കുന്നത് പോലെയാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. പിന്നിലൂടെയല്ല, നേർക്ക് നേർ നിന്ന് യുദ്ധം ചെയ്ത് നിനക്കിഷ്ടപ്പെട്ടത് കീഴടക്കാൻ ദൈവം യാക്കോബിന് ഒരു ആത്മധൈര്യം നൽകിയതുപോലെ ദൈവം നമ്മൾ ഓരോരുത്തരോടും ഈ കഥയിലൂടെ ഒരു ധൈര്യം നൽകുകയാണ്. ഒറ്റിക്കൊടുക്കാതെ, ചതിക്കാതെ, കുതികാല് വെട്ടാതെ ഇഷ്ടപ്പെട്ടത് കഷ്ടപ്പെട്ട് യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്താൻ, to conquer with love and expand your borders. God bless.